ഞാനൊരു പുതിയ കൂട്ടുകാരിയെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അവളുടെ പേരാണ് കുഞ്ഞി. എന്നാൽ അവളെ എല്ലാവരും കളിയാക്കി വിളിക്കുന്നത് തൊട്ടാവാടി എന്നാണ്. കാരണം എന്താണെന്നോ, എന്തെങ്കിലും ചെറിയ കാര്യം മതി പിണങ്ങിയിരിക്കാൻ. നിങ്ങളും അങ്ങനെ തന്നെയാണോ കൂട്ടുകാരെ? നല്ല ഭംഗിയുള്ള സ്ഥലം അല്ലേ? ഇവിടെയാണ് നമ്മുടെ കുഞ്ഞിയുടെ വീട്. അവൾക്കൊരു കൂട്ടുകാരി കൂടെയുണ്ട്, കുരുവിപ്പെണ്ണ്. വലിയ കൂട്ടുകാരാണവർ. എന്നും രാവിലെ കുരുവിപ്പെണ്ണാണ് കുഞ്ഞിയെ വിളിച്ചുണർത്തുന്നത്. ഇന്ന് കൂട്ടുകാർക്കും കുഞ്ഞിയോടൊപ്പവും കുരുവിപ്പെണ്ണിനോടൊപ്പവും കഥകളും പാട്ടുകളും ഒക്കെയായി അടിച്ചു പൊളിക്കാം. രാവിലെയായി, എഴുന്നേക്കുന്നേ. ഞാൻ എത്ര നേരമായി നിന്നെ കാത്തിരിക്കുകയാണെന്നോ. എനിക്ക് ഒറ്റക്കിരുന്ന് ബോറടിക്കുന്നു. വാ, നമുക്ക് പുറത്ത് പോയി കളിക്കാം. എനിക്ക് കുഞ്ഞി. എടി കുരുവി പെണ്ണെ, നീ എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല അല്ലേ? ഞാൻ നിന്നോട് മിണ്ടില്ല. അപ്പോഴേക്ക് നീ പിണങ്ങിയോ? ഇവൾക്ക് ചെറിയ കാര്യം മതി പിണങ്ങാൻ. വെറുതെ അല്ല എല്ലാവരും നിന്നെ തൊട്ടാവാടിയെന്ന് വിളിക്കുന്നേ. ഓടി കുഞ്ഞി കുരുവി, നിനക്ക് കളിക്കാനെന്ന് ആരെയും കിട്ടിയില്ല അല്ലേ? അതല്ലേ നീ രാവിലെ തന്നെ എന്റെ അടുത്ത് വന്നത്. നിനക്ക് കൊറേ കഥയൊക്കെ അറിയാലോ. അതൊക്കെ എനിക്ക് പറഞ്ഞതാ. നമ്മുടെ കൂട്ടുകാരും നിന്റെ കഥ കേൾക്കാൻ വീട്ടിൽ ചെയ്തിരിക്കുക. നിന്റെ കഥ കേൾക്കാനല്ലേ ഞാൻ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത്. കുഞ്ഞി, പെട്ടെന്നാവട്ടെ. എല്ലാവർക്കും കഥ കേൾക്കാൻ കൊതിയായി കാണും. ഇന്നലെ എന്റെ ടീച്ചർ കൊറേ കഥകളൊക്കെ പറഞ്ഞു തന്നു. അതൊക്കെ നിനക്കും എന്റെ പുതിയ കൂട്ടുകാർക്കും പറഞ്ഞു തരാം. വാ, നമുക്ക് പുറത്തേക്ക് പോകാം. ഇന്നലെ എന്റെ ടീച്ചർ തൊട്ടാവാടിയെ കുറിച്ച് ഒരു പാട്ട് പഠിപ്പിച്ചു. അത് കേൾക്കണ്ടേ കൂട്ടുകാർക്ക്? വരൂ കൂട്ടുകാരെ, നമുക്ക് ഒരുമിച്ച് തൊട്ടാവാടി പാട്ട് പാടാം. ഹായ്, പാട്ടോ? വേഗം തുടങ്ങാം കുഞ്ഞി. തൊട്ടാലിംഗ
ഈ പാട്ട് കൂട്ടുകാരും സ്കൂളിൽ പോയി നിങ്ങളുടെ കൂട്ടുകാർക്കും പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. നിനക്ക് ഇഷ്ടമായോടി കുരുവി പെണ്ണെ പുതിയ പാട്ട്? എനിക്ക് ഒരുപാട് ഇഷ്ടമായി കുഞ്ഞി. എന്ത് നല്ല പാട്ടാണ്. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു കഥയാണ്. അത്യാഗ്രഹിയായ ഒരു കടുവയുടെ കഥ. അവന്റെ അത്യാഗ്രഹം കൊണ്ട് സംഭവിച്ച ഒരു മണ്ടത്തരം നമുക്ക് ഈ കഥയിലൂടെ കേൾക്കാം. പണ്ടൊരു കാട്ടിൽ ഒരു കടുവയുണ്ടായിരുന്നു. ഒരു ദിവസം അവൻ വിശന്ന് തളർന്ന് നടന്നു വരികയായിരുന്നു. കടുവച്ചാരുടെ വരവറിയാതെ പാവം നമ്മുടെ മുയൽക്കുട്ടൻ ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. അങ്ങനെ കടുവ ഉറങ്ങിക്കിടന്ന മുയലിനെ കണ്ട് സന്തോഷവാനായി. ആഹാ, ഇന്നത്തെ ആഹാരത്തിനുള്ള വകയെ ഒറ്റയടിക്ക് ഇവന്റെ കഥ കഴിക്കണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തി അടിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കലമാൻ നടന്നു വരുന്നത് കടുവച്ചാർ കണ്ടു. ആഹാ, കൊള്ളാമല്ലോ. ഇവനെക്കാളും കുറച്ചുകൂടി നല്ല ഭക്ഷണം അതാണല്ലോ. ഒരു കാര്യം ചെയ്യാം, ആദ്യം അവനെ പോയി അകത്താക്കിയിട്ട് വരാം, എന്നിട്ട് ഇവനെയും അകത്താക്കാം. കടുവച്ചാർ ഉടൻ തന്നെ കലമാനിന്റെ പുറകെ കുതിച്ചു. ഈ ശബ്ദം കേട്ട മുയൽ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. അവൻ ഉടൻ തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ആനിന്റെ പുറകെ കുറെ നേരം ഓടിയെങ്കിലും അവനെ പിടിക്കാൻ കടുവച്ചാർക്ക് കഴിഞ്ഞില്ല. ഓടി തളർന്ന അവശനായ കടുവ തിരിച്ചെത്തി. വയ്യ, ഒരു കാര്യം ചെയ്യാം, ആദ്യം കണ്ട മുയലിനെ തന്നെ പോയി അകത്താക്കാം. ഇതും പറഞ്ഞ് മുയൽ കിടന്ന സ്ഥലത്തെത്തിയ കടുവ നാണിച്ചു പോയി. മുയൽ അവിടെ ഇല്ല. അയ്യേ, ഞാൻ എന്തൊരു വിഡ്ഢിയാണ്. കയ്യിൽ കിട്ടിയതിനെ കളഞ്ഞിട്ടാണല്ലോ ഞാൻ മറ്റൊന്നിനു വേണ്ടി ഓടിയത്. അവസാനം അതും ഇല്ലാതായി. കടുവയ്ക്ക് ഖേദം തോന്നി. അവൻ നാണിച്ച് തല താഴ്ത്തി അവിടെ നിന്നും നടന്നകന്നു. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? കടുവയുടെ അഹങ്കാരം കൊണ്ടല്ലേ അവൻ ഉള്ളതും കൂടി കിട്ടാതെ പോയത്. അവൻ അത്യാഗ്രഹം കാണിക്കാതെ കിട്ടിയതും കൊണ്ട് പോയെങ്കിൽ അവൻ ഈ ഗതി വരുമായിരുന്നു. അതുകൊണ്ട് എന്റെ കൂട്ടുകാർ കടുവ കാണിച്ചതുപോലെ ഒന്നിനോടും അത്യാഗ്രഹം കാട്ടാൻ പാടില്ല. പാവം കടുവച്ചോ. ഏതായാലും നമ്മുടെ മുയലച്ഛനും മാൻകുട്ടനും രക്ഷപ്പെട്ടല്ലോ. എനിക്ക് അത് മതി. ഇനി ഞാൻ കൂട്ടുകാർക്ക് പറഞ്ഞു തരാൻ പോകുന്നത് മടിയനായ ഒരു സിംഹത്തിന്റെ കഥയാണ്. കാട്ടിലെ രാജാവായ സിംഹത്തിന്റെ സൂത്രം നമ്മുടെ മൃഗങ്ങൾ എല്ലാവരും കൂടെ പൊളിച്ചടുക്കിയത് എങ്ങനെയാണെന്ന് കൂട്ടുകാർക്ക് കേൾക്കണ്ടേ? ചെമ്പകക്കാട്ടിലെ രാജാവായിരുന്നു വീരൻ സിംഹം. കാട്ടിലെ രാജാവായതിനാൽ വീരൻ സിംഹം പറയുന്നത് കാട്ടിലെ മൃഗങ്ങൾ എല്ലാവരും അനുസരിക്കുമായിരുന്നു. അങ്ങനെ കുറെ ദിവസങ്ങൾ കടന്നുപോയി. വീരൻ സിംഹം അങ്ങനെ ഗുഹയിൽ വിശന്ന് തളർന്നിരിക്കുകയായിരുന്നു. നല്ല വിശപ്പ്, പുറത്തു പോയാലല്ലേ വല്ലതും കഴിക്കാൻ കിട്ടുള്ളൂ. മഹാമടിയനായ സിംഹം പുറത്തു പോകാതെ എങ്ങനെ ആഹാരം ഗുഹയിലെത്തിക്കാം എന്ന് ആലോചിക്കാൻ തുടങ്ങി.
നല്ലൊരു സൂത്രം കിട്ടി. ഞാനൊരു രോഗിയെ പോലെ അഭിനയിക്കണം. എനിക്ക് നടക്കാൻ വയ്യെന്നും പുറത്തു പോയി ഇര തേടാൻ പോലും വയ്യെന്നും പറഞ്ഞു പരത്തണം. അങ്ങനെ സിംഹം ഒരു രോഗിയെ പോലെ ഗുഹയിൽ കിടന്ന് കരഞ്ഞു. രാജാവ് രോഗശൈലിയിലാണെന്ന് കാട് മുഴുവൻ വാർത്ത പരന്നു. ദിവസേന 1-2 പേരെങ്കിലും രാജാവിന്റെ അസുഖം തിരക്കാൻ പോകാറുണ്ട്. അങ്ങനെ വീരൻ സിംഹം തടിയനങ്ങാതെ സുഖിച്ചു കഴിഞ്ഞ് വരികയായിരുന്നു. രോഗം തിരക്കി വരുന്ന മൃഗങ്ങളെ വീരൻ അകത്താക്കുമായിരുന്നു. അങ്ങനെ മൃഗരാജന്റെ തുടർച്ചയായ കരച്ചിൽ കേട്ട് കുറേ മൃഗങ്ങൾ സിംഹരാജാവിന്റെ ഗുഹയ്ക്ക് മുന്നിലെത്തി. ഇന്നെന്റെ രോഗവിവരം അറിയാൻ ആരും അകത്തേക്ക് വരുന്നില്ലല്ലോ. നിങ്ങൾക്കാർക്കും എന്നോട് ദയയില്ലാതെ ആയോ? ആ കൂട്ടത്തിൽ ബുദ്ധിമാനായ ഒരു കുറുക്കച്ചാർ ഉണ്ടായിരുന്നു. കുറുക്കച്ചാർക്ക് സിംഹത്തിന്റെ കൗശലം പിടികിട്ടി. നിങ്ങൾക്കാർക്കും എന്നോട് ദയയില്ലാതായോ? എന്താ കുറുക്കച്ചാരെ, നിങ്ങളെങ്കിലും എന്റെ അടുത്ത് വന്ന് അല്പം ആശ്വസിപ്പിക്കൂ എന്ന് സിംഹം ആവശ്യപ്പെട്ടു. അപ്പോൾ കുറുക്കച്ചാർ പറഞ്ഞു, ഞാൻ തീർച്ചയായും വരുമായിരുന്നു രാജാവേ. പക്ഷേ എന്താ ഒരു പക്ഷേ? പക്ഷേ അങ്ങയുടെ അസുഖ വിവരം അന്വേഷിക്കാൻ വന്ന മൃഗങ്ങളുടെ അകത്തു കയറി വന്ന കാൽപ്പാടുകൾ ഒന്നും തിരികെ ഇറങ്ങിപ്പോയതായി ഞാൻ കാണുന്നില്ല. അതിനാൽ എന്നോട് ക്ഷമിക്കണം. ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ അങ്ങയെ ആശ്വസിപ്പിച്ചു കൊള്ളാം. ഇത് കേട്ട വീരൻ സിംഹം നാണിച്ച് തല താഴ്ത്തി. സിംഹത്തിന്റെ കുരുട്ട് ബുദ്ധി ഒളിഞ്ഞു എന്നവന് മനസ്സിലായി. കഥ എങ്ങനെയുണ്ട്? സിംഹത്തിന്റെ കുരുട്ട് ബുദ്ധി നമ്മുടെ കുറുക്കച്ചാരുടെ അടുത്ത് നടന്നില്ല. മടിയനായി എങ്ങനെ ജീവിക്കാം എന്നായിരുന്നു സിംഹത്തിന്റെ മനസ്സിലിരിപ്പ്. എല്ലാവരും കൂടി സിംഹത്തിന്റെ കുരുട്ട് ബുദ്ധി പൊളിച്ചു കളഞ്ഞു. നിനക്കും ഇതുപോലെ കുരുട്ട് ബുദ്ധി ഉണ്ടോടി കുരുവി പെണ്ണെ? പോ കുഞ്ഞി, മിണ്ടില്ല. അടുത്ത കഥ വേഗം പറഞ്ഞതാ. നമുക്കൊരു പാട്ട് കേട്ടാലോ? ഹായ്, പാട്ടോ? ഒരു പാണ്ടൻ ചെന്നായിയുടെ തൊണ്ടയിൽ മുള്ളു കുടുങ്ങിയ കഥ കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? അവസാനം ഒരു സൂത്രം പ്രയോഗിച്ച് ഒരു കൊക്കിനെ കൊണ്ട് മുള്ളെടുപ്പിക്കുന്ന കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നാ നമുക്ക് തുടങ്ങാം. പണ്ടൊരു പാണ്ടൻ ചെന്നടുതൊണ്ടേ കൊണ്ടൊരു മീൻ മുള്ള് തറച്ചിട തൊണ്ടയിലയ്യോ ഒന്നെടുത്തു കളഞ്ഞിടൂ. പണ്ടൊരു പാണ്ടൻ ചെന്നടുതൊണ്ടേ കൊണ്ടൊരു മീൻ മുള്ള് തറച്ചിട തൊണ്ടയിലയ്യോ ഒന്നെടുത്തു കളഞ്ഞിടൂ. കണ്ടവരോട് മണ്ടി നടന്നു പറഞ്ഞു പാണ്ടൻ വരുന്നത് കണ്ടോരല്ല മണ്ടി ജീവന് കൊണ്ടുടനെ. കണ്ടവരോട് മണ്ടി നടന്നു പറഞ്ഞു പാണ്ടൻ വരുന്നത് കണ്ടോരെല്ലാം മണ്ടി ജീവന് കൊണ്ടുടനെ.
പാട്ട് എങ്ങനെയുണ്ടായിരുന്നു കൂട്ടുകാരെ? നമ്മുടെ ചെന്നായി ഒരു സൂത്രം പ്രയോഗിച്ച് കൊക്കിനെ കൊണ്ട് മുള്ളെടുത്ത് കളഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ? ചെന്നായി ആളൊരു വിരുദ്ധൻ തന്നെ അല്ലേ കുഞ്ഞി? അടുത്തത് നമുക്ക് കൗശലക്കാരനായ ഒരു കുറുക്കന്റെ കഥ കേട്ടാലോ? ഒരു പാവം കുഞ്ഞാടിനോട് സൂത്രക്കാരനായ കുറുക്കൻ കാണിക്കുന്ന കൗശലവും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ഈ കഥയിലൂടെ കൂട്ടുകാർ കേൾക്കാൻ പോകുന്നത്. പണ്ടൊരു കാട്ടിൽ കൗശലക്കാരനായ ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു. ആരെങ്കിലും പറ്റിച്ചും അപായപ്പെടുത്തിയുമാണ് അവൻ ജീവിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം അവൻ വിശന്ന് തളർന്ന് കാട്ടിലൂടെ നടന്നു വരികയായിരുന്നു. ഓ, നല്ല വിശപ്പ്! ഇവിടെയൊന്നും ആരെയും കാണാനില്ലല്ലോ. ആരെയെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്തെങ്കിലും സൂത്രം പ്രയോഗിച്ച് എന്റെ കെണിയിൽ പെടുത്തി അകത്താക്കാമായിരുന്നു. ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. അയ്യോ! അങ്ങനെ അവൻ നടന്ന് ഒരു അരുവിയുടെ അരികിലൂടെ വരുമ്പോഴാണ് വെള്ളം കുടിക്കുന്ന ഒരു പാവം കുഞ്ഞാടിനെ കണ്ടത്. കുഞ്ഞാടിനെ കണ്ടതും കുറുക്കന്റെ വായിൽ വെള്ളമൂറി. ഹായ്, ഇവന്റെ മാംസത്തിന് എന്ത് രുചിയായിരിക്കും! എങ്ങനെയെങ്കിലും ഇവനെ അകത്താക്കണം. അങ്ങനെ കുറുക്കൻ കുഞ്ഞാടിന്റെ അടുക്കലേക്ക് നടക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ആ പാവം കുഞ്ഞാടിനെ അകത്താക്കണമെന്നായി അവന്റെ ചിന്ത. കുഞ്ഞാടിനെ ആക്രമിക്കാൻ കൗശലക്കാരനായ കുറുക്കൻ ഒരു തന്ത്രം മെനഞ്ഞു. കുഞ്ഞാടിന്റെ അടുത്ത് ചെന്ന് അവൻ ചോദിച്ചു, എടാ കുഞ്ഞാട്, നീ എന്തിനാ ഇവിടെ നിന്ന് വെള്ളം കുടിക്കുന്നത്? ഇവിടെ നിന്നാണ് ഞാൻ സ്ഥിരമായി വെള്ളം കുടിക്കുന്നത്. നീ എനിക്ക് കുടിക്കാനുള്ള വെള്ളം മുഴുവൻ കലക്കി കളഞ്ഞു. അപ്പോൾ കുഞ്ഞാട് പറഞ്ഞു, കുറുക്കൻ ചേട്ടാ, ഞാൻ ഇങ്ങ് താഴെയല്ലേ നിൽക്കുന്നത്. ഞാൻ വെള്ളം കലക്കിയാൽ തന്നെ അത് താഴോട്ടല്ലേ ഒഴുകുക. ചേട്ടന് കുടിക്കാനുള്ള വെള്ളം കലങ്ങിയിട്ടില്ലല്ലോ. ഇത് കേട്ട് ദേഷ്യം വന്ന കുറുക്കൻ കുഞ്ഞാടിനോട് പറഞ്ഞു, ഓഹോ, നിനക്കിത്ര അഹങ്കാരമോ? നീ എന്നെ പഠിപ്പിക്കാറായോ? ഇതുപോലുള്ള ധിക്കാരം നീ ഇനി ആരോട് പറയുകയില്ല. ഞാൻ നിന്റെ കഥ കഴിക്കാൻ പോവുകയാണ്. ഇത് കേട്ട് കുഞ്ഞാടിന് കുറുക്കന്റെ മനസ്സിലിടുപ്പ് പിടികിട്ടി. കുറുക്കൻ അട്ടഹസിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ നേരെ ഒരു ചാട്ടം വെച്ചു കൊടുത്തു. കുഞ്ഞാടിന്റെ കഴുത്തിൽ പിടിച്ചു കൊല്ലാനായിരുന്നു കുറുക്കന്റെ പ്ലാൻ. പാവം കുറുക്കൻ കുഞ്ഞാട് ചാടി മാറിയത് കാരണം അവൻ കുഞ്ഞാട് നിന്നിരുന്നതിന്റെ പുറകിലുണ്ടായിരുന്ന പാറയിൽ തലയിടിച്ച് വീണു. ഈ സമയം നോക്കി നമ്മുടെ കുഞ്ഞാട് വെള്ളവും കുടിച്ച് വയറും വീർപ്പിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എങ്ങനെയുണ്ട് നമ്മുടെ കുഞ്ഞാടിന്റെ ബുദ്ധി? അവന് നേരത്തെ കുറുക്കന്റെ സൂത്രം മനസ്സിലായതിനാൽ അവന്റെ കളിയൊന്നും നമ്മുടെ കുഞ്ഞാടിനോട് നടന്നില്ല. പാവം നമ്മുടെ കുറുക്കൻ അല്ലേ കൂട്ടുകാരെ? ആ ദുഷ്ടൻ കുറുക്കന് അങ്ങനെ തന്നെ വേണം. നമ്മുടെ കുഞ്ഞാടിനോട് അവന്റെ കളി അല്ലേ കൂട്ടുകാരെ? ഈ കഥയും കൊള്ളാം കുഞ്ഞി. ഇനി നമുക്കൊരു പാട്ട് പാടിയാലോ? കൂട്ടുകാരായ രണ്ട് പൂച്ചക്കുട്ടികളുടെ കഥയാണ്. ഒരു നെയ്യപ്പം കളഞ്ഞു കിട്ടിയപ്പോൾ അതിനു വേണ്ടി അടി കൂടുകയും അവസാനം സൂത്രക്കാരനായ കുരങ്ങച്ചാർ അത് അടിച്ചു മാറ്റുകയും ചെയ്ത ആ കഥ നമുക്ക് കേൾക്കാം. ും
മണിച്ചിയും പഠിച്ചു പാഠം ഒരുമയുണ്ടാവണമെന്നാളും. കൊതിച്ചു പൂച്ചകൾ രണ്ടാളെ ചതിച്ചിട്ടോടി കുരങ്ങച്ചാൽ. ചക്കിയും മണിച്ചിയും പഠിച്ചു പാഠം ഒരുമയുണ്ടാവണമെന്നാളും. പാവം പൂച്ചക്കൂട്ടുകൾ അല്ലേ? അടി കൂടാതെ ആ നെയ്യപ്പം പങ്കിട്ടെടുത്തിരുന്നെങ്കിൽ അവർക്ക് ഇങ്ങനെ വിശന്ന് നടക്കേണ്ടി വരില്ലായിരുന്നു. വെറുതെ അടി കൂടിയത് കൊണ്ടല്ലേ കുരങ്ങച്ചാർ അത് തട്ടിയെടുത്തത്. കൂട്ടുകാരെ, ഇന്നത്തേക്ക് ഇത്രയും മതി. നേരം ഒരുപാടായി. നാളെ എനിക്ക് രാവിലെ സ്കൂളിൽ പോണം. നാളെയും എന്റെ ടീച്ചർ എനിക്ക് കഥകളും പാട്ടുകളും ഒക്കെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇനി വരുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എടി കുരുവിപ്പെണ്ണെ, നാളെ രാവിലെ വരണം കേട്ടോ, എന്നെ ഉണർത്താൻ. രാവിലെ എനിക്ക് സ്കൂളിൽ പോകാനുള്ളതാ. ശരി കുഞ്ഞി, നാളെ രാവിലെ ഞാൻ വരാം. അപ്പൊ ഞാൻ പോകുന്നേ. ബൈ. കൂട്ടുകാരെ, ഞങ്ങൾ പോകുകയാണ്. നമുക്ക് ഇനിയും കാണാം. ബൈ. ടാറ്റാ.